രാഹുൽ സുരേഷ് ഇടുക്കിയിൽ നിന്നും നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, 5-5 ഇടുക്കിയിൽ തൂക്കിയിരിക്കുന്നു UDF. അവസാന നിമിഷം ദേവികുളം ഒരു പ്രതീക്ഷ നൽകിയെങ്കിലും ദേവികുളവും UDF കടമുഴക്കി. കഴിഞ്ഞ തവണ 38,000 വോട്ടിന് ജയിച്ച ഉടുമ്പൻചോലയിൽ ഇക്കുറി സേനാപതി 23,000-ഓളം വോട്ടുകളുടെ ലീഡിലാണ് ഉടുമ്പൻചോലയിൽ നിന്ന് വിജയിച്ചു കയറുന്നത്. പീരുമേട് വമ്പൻ ഭൂരിപക്ഷമാണ്. 2 തവണ പരാജയപ്പെട്ടെങ്കിലും പിന്നീട് വീണ്ടും സിറീക് തോമസ് വിജയിച്ചു വരുന്നത് വലിയ ഭൂരിപക്ഷത്തിലാണ്. 1,00,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറുന്നത്. 5-5 ഇടുക്കി തൂക്കി. ഇടുക്കി സമ്പൂർണമായി UDF അങ്ങ് എടുത്തു അല്ലേ? ഡോക്ടർ അരുൺ, കേരളത്തിലുണ്ടായ UDF എന്ന കൊടുങ്കാറ്റ് ഇടുക്കിയിലും ആഞ്ഞു വീശി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആകെ ഉണ്ടായിരുന്ന 5 സീറ്റുകളും തൂത്തുവാരാൻ UDFന് കഴിയുകയും ചെയ്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറാൻ LDFനായിരുന്നു. അന്ന് തൊടുപുഴ മാത്രമായിരുന്നു UDFന്റെ പക്കലുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ 4 സീറ്റുകളിലായിരുന്നു UDFന് വിജയം ഉണ്ടായിരുന്നെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അതിൽ 5 സീറ്റുകളിലും വിജയിച്ചു കയറാനായി എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഉടുമ്പൻചോലയും ദേവികുളവും ഉറപ്പായും വിജയിക്കും, ഇടുക്കിയും ഉറപ്പായും വിജയിക്കും എന്നതായിരുന്നു LDFന്റെ കണക്കുകൂട്ടൽ. പക്ഷേ ആ കണക്കുകൂട്ടുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് ജനഹിതം പുറത്തു വന്നപ്പോൾ വ്യക്തമാവുന്നത് എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. ഇടുക്കിയിൽ നിന്ന് തന്നെ തുടങ്ങാം. റോഷി അഗസ്റ്റിൻ കഴിഞ്ഞ 5 തവണയും തുടർച്ചയായി ജയിച്ച മണ്ഡലമാണ്. ഏറ്റവും ഒടുവിൽ വോട്ടെണ്ണുമ്പോൾ 5,000 വോട്ടിന് വിജയിക്കും എന്നതായിരുന്നു റോഷി ക്യാമ്പിന്റെ വിലയിരുത്തൽ. പക്ഷേ 2 വാടി അവിടെ കൈ ഉയർന്നു. റോയ് കെ പൗലോസ് സർപ്രൈസ് സ്ഥാനാർത്ഥിയായി വന്ന കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച UDFന്റെ റോയ് കെ പൗലോസ് വിജയിച്ചത് 23,822 വോട്ടിനാണ്. ഇനിയിപ്പോൾ ദേവികുളത്തേക്ക് പോവുകയാണെങ്കിൽ 4 സീറ്റുകൾ UDF ജയിച്ചാലും ഏറ്റവും ഒടുവിൽ ദേവികുളം ചെറിയ വോട്ടിനാണെങ്കിലും വിജയിക്കുമെന്നതായിരുന്നു LDF ക്യാമ്പിന്റെ പ്രതീക്ഷയെങ്കിൽ ഏറ്റവും അവസാനം എണ്ണിയ വോട്ടുകളിൽ ദേവികുളത്ത് F രാജ ജയിച്ചത് 5,233 വോട്ടുകൾക്കാണ്. അവിടെ എടുത്തു പറയേണ്ട കാര്യം ഒരു ശ്രദ്ധേയമായ പോരാട്ടമായിരുന്നു. രാജമാർ മത്സരിച്ച ആ പോരാട്ടത്തിൽ രാജാവായത് UDFന്റെ F രാജയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം S രാജേന്ദ്രൻ CPMൽ നിന്നും NDAയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ രാജേന്ദ്രൻ അവിടെ ഒരു വേരോട്ടവും ഉണ്ടാക്കാൻ സാധിച്ചില്ല. കഴിഞ്ഞ തവണ നേടിയ 10,000-ലധികം വോട്ടുകൾ മാത്രമാണ് S രാജേന്ദ്രന് ദേവികുളം മണ്ഡലത്തിൽ പിടിക്കാനായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉടുമ്പൻചോലയാണ്. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ തവണ MM മണി 38,000-ലധികം വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമാണ്. അതിനു മുമ്പ് 1,200 വോട്ടുകൾക്ക് MM മണി ജയിച്ച മണ്ഡലമാണ്. അതിനു മുമ്പ് 3 തവണ ഇന്ന് മത്സരിച്ച് തോറ്റ KK ജയേന്ദ്രൻ വിജയിച്ചു കയറിയ മണ്ഡലത്തിൽ സേനാപതി വേണു വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സാഹചര്യമുണ്ടായി. 20,021 വോട്ടുകൾക്കാണ് UDF സ്ഥാനാർത്ഥിയായിട്ടുള്ള സേനാപതി വേണു ഉടുമ്പൻചോലയിൽ ജയിച്ചു കയറിയത്. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം പീരുമേടായിരുന്നു. CPI തുടർച്ചയായിട്ട് ബിജിമോളും വാഴു സോമനും വിജയിച്ചു വന്ന പീരുമേട്ടിലും LDFന് കാലിടറുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 27,634 എന്ന വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ സിറീക് തോമസിന് വിജയിച്ചു കയറാനായി. 1ഉം 2ഉം തവണ തോറ്റ സിറീക് തോമസ് മൂന്നാമതെ വിജയിച്ചു കയറുന്ന സാഹചര്യമാണ് പീരുമേട് കണ്ടത്. മറ്റൊരു പ്രധാന മണ്ഡലം തൊടുപുഴയായിരുന്നു. PJ ജോസഫിന് പകരം വന്ന അബു ജോൺ ജോസഫ്, അദ്ദേഹത്തിന്റെ സ്വന്തം മകനായിട്ടുള്ള അബു ജോൺ ജോസഫ് വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. അതായത് 84,796 എന്ന വലിയ ഭൂരിപക്ഷത്തിൽ അബു ജോൺ ജോസഫിന് വിജയിക്കാനായി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും UDF ക്യാമ്പ് വലിയ ആഘോഷ തിമിർപ്പിൽ തന്നെയാണ്. ഇത്രയും വലിയൊരു വിജയം അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. നേരത്തെ VD സതീശൻ പറഞ്ഞത് ഇടുക്കിയിലെ 5 മണ്ഡലങ്ങളും തൂത്തുവാരും എന്നതായിരുന്നു. പക്ഷെ അപ്പോഴും UDF പ്രവർത്തകർക്ക് 5 മണ്ഡലങ്ങൾ ലഭിക്കുമോ, ഉടുമ്പൻചോല തോൽക്കുമോ എന്ന ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ 5-5 അതും വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനായി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും റോഷിക്ക് നാണം കെട്ട തോൽവി ഏറ്റുവാങ്ങേണ്ടി വരുന്നു. 6ാം തവണ വിജയപ്രതീക്ഷയിലായിരുന്നു റോഷി ഉണ്ടായിരുന്നതെങ്കിൽ 25,000-ഓളം വോട്ടുകൾക്ക് അമ്പേ പരാജയപ്പെടേണ്ടി വന്നു എന്നതാണ്. തീർച്ചയായിട്ടും CPIM-ഉം ഇടതുമുന്നണിയും അവരുടെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായ ഒരു വോട്ട് ഷെയറിലേക്ക് മാറിയിരിക്കുന്നു.